ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ സ്കൂളൊക്കെ പൂട്ടി അവർ നല്ല വെയിലത്തും ഒക്കെ ഇട്ട് നല്ല ഓടിക്കളിയൊക്കെ നടക്കുന്ന സമയമാവും. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ദാഹം ഉണ്ടാവും, ജ്യൂസ് വേണമെന്നുണ്ടാവും. അങ്ങനത്തെയൊക്കെ സന്ദർഭങ്ങളിൽ അവർക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്ക്വാഷാണ് കേട്ടോ. അത് വീട്ടിൽ തന്നെ നമ്മൾ വാങ്ങിക്കൊടുന്ന ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞാൽ അവർക്കും ഹാപ്പി ആവില്ലേ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് സ്ക്വാഷ് ഇട്ട് നല്ല ഐസൊക്കെ ഇട്ടിട്ട് കുട്ടികളെ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, കുട്ടികളൊക്കെ എന്ന് മാത്രം പറയല്ല, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടൊരു സ്ക്വാഷാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി, എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പൈനാപ്പിളിൻ്റെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കാം കേട്ടോ. ഇനി നല്ല പഴുത്ത, അങ്ങനെ ഒരു കളറ് വന്ന നല്ല പഴുത്തത് നോക്കിയിട്ട് വേണം പൈനാപ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട്. പുളിപ്പ് അധികം ഇല്ലാത്തത് നോക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ പോരുട്ടോ, ഒന്ന് തിരിച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഓരോ ഈസി വേ ഒക്കെ ഉണ്ട് അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ തൊണ്ടൊക്കെ മുകളിലത്തെ ഈ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. മാറിയിട്ട് നമുക്ക് ഓരോ ഫ്രൂട്ട്സ് കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതിലധികം പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കണില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുക വെച്ചാൽ അത് പകുതി വെക്കും. അതിന് ശേഷം ഇങ്ങനെ താത്തിക്ക് ഇങ്ങനെ അതിൻ്റെ തോല് ഇങ്ങനെ എടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരേപോലെ വൃത്തിയായി കിട്ടും. ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഉണ്ടാവും, അതിനനുസരിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം അത് മിക്സിയിലിട്ടിട്ട് അരക്കേണ്ടതല്ലേ, അപ്പം അതിനനുസരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കാണ്ട്. നന്നായി പഴുത്തുന്നു കേട്ടോ, നന്നായി പഴുത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരം ഉണ്ടേനി. അപ്പം അങ്ങനത്തെ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ അങ്ങനത്തെ നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. പച്ചയായി കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല പുളിപ്പാവും. അപ്പോൾ അത്രയും പഞ്ചസാര നമുക്കിതിൽ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ചെറുതാക്കി എടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് എത്രണ്ട് ചെറുതാക്കണം, അതിനനുസരിച്ചിട്ട് ചെറുതാക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കിത് കുറേശ്ശെയായിട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അരയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. നമുക്കിത് അരഞ്ഞ് കിട്ടാത്തപ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം എന്നൊക്കെ തോന്നും കേട്ടോ. ചേർക്കരുത്. പക്ഷേ എന്നുവെച്ചാൽ നമ്മുടെ സ്ക്വാഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ എടുത്തേക്കണ ഒരു സാധനമായത് കാരണം പച്ചവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് കേടുവന്ന് പോകും. നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ഒരു പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. നിങ്ങൾ അധികം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടണം കേട്ടോ, പഞ്ചസാരയുടെയും ഇതിൻ്റെയൊക്കെ. അപ്പോൾ അതൊന്ന് അരച്ച് കൊണ്ടിട്ടെ. അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ നമ്മൾ ഫുള്ള് അരച്ചെടുക്കണം കേട്ടോ. നല്ല വല്ലാതെ
ഹോള് വലുതല്ലാത്ത ഒരു അരിപ്പ വെച്ച് നമുക്കിതിലേക്ക് അരിച്ചെടുക്കാം. കുറേശ്ശെ അരക്കിയ ഈ അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കണം. എന്നുവെച്ചാൽ ഇതിൽ നമ്മൾ അരയ്ക്കുമ്പോൾ നല്ലോണം വേസ്റ്റ് ഉണ്ടാവും. അതൊന്നും നമ്മൾ ഇതിലിട്ടില്ല. പ്യുവർ ഇതിൻ്റെ ജ്യൂസ് മാത്രമേ വേണ്ടുള്ളൂ. അടുത്ത സെക്ഷനും ഇതേപോലെ ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേറ്റവും കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടത് ഈ അരിക്കണ പ്രോസസ്സാണ് കേട്ടോ. ബാക്കി കട്ടിങ് അരക്കലൊക്കെ വേഗം കഴിയും. കുറച്ച് ക്ഷമയോട് കൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചെറിയൊരു അളവിലുള്ളതാണ് കാണിക്കണത്. ഇത് നമുക്ക് 2-3 പൈനാപ്പിളിലൊക്കെ പരീക്ഷിക്കാം. നമ്മൾ വാങ്ങണ സ്ക്വാഷിലൊക്കെ നല്ല യെല്ലോ കളർ ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ അത്ര യെല്ലോ കളർ ഫുഡ് കളറൊന്നും ചേർക്കണില്ല. അവരൊക്കെ എക്സ്ട്രാ ഫുഡ് കളറൊക്കെ ചേർത്തിട്ടാണ് പൈനാപ്പിൾ സ്ക്വാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് യെല്ലോ കളറൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കണം. വെള്ളം ഇട്ട് ഒഴിക്കരുത്. അപ്പോൾ അതാ ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവ്, നിങ്ങൾ ഏത് കപ്പാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് 250 ml ഒരു കപ്പാണ് കേട്ടോ. ഇതിൽ ഞാനൊരു 1.25 കപ്പ് ഷുഗർ ഇടുന്നുണ്ട്. 1.25 കപ്പ് ഷുഗർ, 1 കപ്പ് വെള്ളവും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഒരു നൂൽ പരുവത്തിൽ ഒന്ന് പഞ്ചസാര ലായനി ആക്കിയിട്ട് എടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മുടെ പഞ്ചസാര കലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊരു കട്ടി വരട്ടെ. അപ്പോൾ ഒന്ന് കട്ടിയായി ഒരു നൂൽ പരുവത്തിൻ്റെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കട്ടിപ്പ് വരണ സമയത്ത് നമുക്കിതിലേക്ക് ഓൾറെഡി നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒന്ന് ഒഴിക്കാം. ഒന്ന് വച്ചട്ടെ ചെറുതായിട്ട് കേട്ടോ. ഇനി സ്ക്വാഷൊക്കെ ഉണ്ടാക്കിയിട്ട് വിരുന്നുകാരെയൊക്കെ ഒന്ന് നമുക്ക് ഞെട്ടിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൂട്ടോ. നല്ല എളുപ്പമല്ലേ. ഒന്നും കൂടി തിളച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയത്തൊന്ന് മധുരം നോക്കുക ഏകദേശം. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ മധുരം ഉണ്ടാവലുണ്ട്. ഇനി ചിലവർ നല്ല കടും മധുരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ വേണച്ചാൽ കുറച്ച് പഞ്ചസാര പാനി ആദ്യം കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചവരാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് ആഡ് ചെയ്യാം. അല്ല ഈ മധുരം പോരാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 1.25 കപ്പ് പഞ്ചസാരയല്ലേ ചേർത്തേ. അപ്പോൾ അതൊരു 1.5 ആക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടും ചെയ്യും. നല്ലൊരു ഫ്ലേവറും തരും നമ്മുടെ സ്ക്വാഷിന്. എല്ലാവരും ഒന്ന് ഈ സ്ക്വാഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിതാ തിളച്ച് വരുമ്പോൾ കണ്ടോ ഒരു പദം ഇങ്ങനെ വരണത്. ഈ പദം നമുക്ക് മാറ്റണം കേട്ടോ. ഈ പദം നമ്മുടെ ഈ പഞ്ചസാരയിൽ നിന്നുള്ള ഇതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് എടുത്ത് മാറ്റണം. ഒന്നും കൂടി തിളക്കട്ടെ. അതിന് ശേഷം നമുക്കിത് ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണം. കണ്ടോ ഈ പദം കണ്ടോ. ഇത് പഞ്ചസാരയുടെ അഴുക്ക് ഇതായിട്ടാണ്. അപ്പോൾ അതിങ്ങനെ തെക്കി ഒന്ന് മെല്ലെ കോരി എടുക്കുക. ഞാൻ മധുരം നോക്കിയിട്ടോ. ഇത് അത്യാവശ്യം മധുരം ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയുക കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നന്നായി ഒന്ന് ഇങ്ങനെ ഇതായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് അത് ചേർക്കാം. 1 മുറി ചെറുനാരങ്ങയുടെ നീര്, 1 മുറി ചേർക്കുള്ളൂ. ഇത് വലിയ ചെറുനാരങ്ങ കാരണമാണ് അരമുറി ചേർത്തത് കേട്ടോ. ഇനി ചെറുതാണ് വളരെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ 1 ചെറുനാരങ്ങയുടെയൊക്കെ ചേർത്തോളൂ. ഇത് വലുതാണ്, അതുകൊണ്ട് ഞാൻ ഹാഫാണ് ചേർത്തിട്ടുള്ളൂ. 5 മിനിറ്റ് കൂടി ഒന്ന് തിള വന്നാൽ ഒന്നും കൂടി അത് തിക്കായി വരും. അതിന് ശേഷം നമുക്കിത് ആറിയതിന് ശേഷം നമുക്ക് നല്ലൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. ചെറിയൊരു ഇപ്പം നോക്കിയൊക്കെ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ഒരു ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള പൈനാപ്പിളിൻ്റെ
ജ്യൂസ് തന്നെ ചേർത്തപ്പോഴേക്ക് തന്നെ അതിന് ചെറിയൊരു യെല്ലോ കളറൊക്കെ വന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴൊന്നും ഇപ്പോൾ അങ്ങനെ ഫുഡ് കളർ വേണമെന്നൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നെ മാർക്കറ്റിൽ ഇതിൽ വേണമെച്ചാൽ നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ഒന്നും കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ എസൻസ് ഒക്കെ കിട്ടും കേട്ടോ. അതൊക്കെ ഒരു 3-4 തുള്ളിയൊക്കെ ഒറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ ഒന്നും മുന്നിട്ട് നിൽക്കും. ഞാനൊന്നും ചേർക്കണില്ല. ഏതൊരു ആളുകൾക്കും ഉണ്ടാക്കാൻ പറ്റണ, ആർക്കും ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കണം. ഫുഡ് കളർ ചേർക്കാം, മറ്റേ എസൻസ് ചേർക്കാം, എല്ലാം ഉണ്ട്. എന്നൊക്കെ കാലത്ത് മാർക്കറ്റിലൊക്കെ എല്ലാം അവൈലബിളാണ്. ഇത്ര ഉണ്ടായിരുന്നത് ഒന്ന് വറ്റി വന്നു കണ്ടോ ചെറുതായിട്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇതൊന്ന് ആറട്ടെ കേട്ടോ, അതിന് ശേഷം കാണിച്ചു തരാം. അപ്പം ഞാൻ അവിടെ ഒരു വൃത്തിയായിട്ടുള്ളൊരു ബോട്ടിൽ കഴുകി നന്നായി തുടയ്ക്കണം. ഉള്ളിലൊന്നും വെള്ളം പാടില്ല. വൃത്തിയാക്കിയിട്ടുള്ളൊരു ബോട്ടിൽ, ഉള്ളിലത്തെ വെള്ളവും എല്ലാം നല്ല ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടിട്ട് നന്നായി തുടച്ചൊരു ബോട്ടലിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വെക്കാൻ പോവുകയാണേ. നമ്മളിപ്പോൾ ഒരു പൈനാപ്പിളിൽ ഉണ്ടാക്കുക കാരണം വലിയ കുപ്പിയിലേക്കൊരു അര കുപ്പി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 2 പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫുൾ കുപ്പിയിൽ നമുക്ക് കിട്ടും. വലിയ കുപ്പിയാണ് എടുത്തിരിക്കണം, അതുകൊണ്ടാണ് ഇത് ഹാഫായത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അപ്പം ഇനി എളുപ്പത്തിലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.